നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമലംഘകരില്ലാത്ത രാജ്യം ക്യാമ്പയിന്റെ ഭാഗമായി സൗദിയിൽ ഇതുവരെ പിടിയിലായത് 4 ദശലക്ഷം വിദേശികൾ എന്ന റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് നിയമലംഘകരായി പിടിയിലായ വിദേശികളുടെ പുതിയ കണക്കുകൾ വിവരിക്കുന്നത്. വിവിധ സർക്കാർ സുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ പരിശോധന നടത്തിവരുന്നത്. പരിശോധനയിൽ ഇതുവരെ പിടിയിലായത് 41,42,899 പേരാണ്. ഇവരിൽ 32,37,897 പേർ താമസരേഖാ നിയമം ലംഘിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 6,37,425 പേർ തൊഴിൽ നിയമ ലംഘകരും ആണ്. 2,67,577 പേർ നുഴഞ്ഞുകയറ്റക്കാരാണ്. 10,36,810 പേരെ നടപടികൾ പൂർത്തിയാക്കി 1 വർഷത്തിനിടെ സ്വദേശത്തേക്ക് മടക്കി അയച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 15,243 പേർ നിലവിൽ നിയമാനുസൃത നടപടികൾ നേരിടേണ്ടി വരുന്നുണ്ട്. നിയമലംഘകരായി കണ്ടെത്തി സ്വദേശങ്ങളിലേക്ക് മടക്കി അയക്കുന്നവരെ ആജീവനാന്ത വിലക്കേർപ്പെടുത്തിയാണ് തിരിച്ചയക്കുന്നത്. അതേസമയം ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം 20.3% ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ നിന്നും ഗോസിയിൽ രജിസ്റ്റർ ചെയ്ത മൊത്തം ജീവനക്കാർ 82.5 ലക്ഷമാണ്. ഇവരിൽ 16.7 ലക്ഷം പേരാണ് സ്വദേശികൾ. വിദേശികൾ 65.8 ലക്ഷം പേരും. സ്വദേശി ജീവനക്കാരിൽ പുരുഷന്മാർ 11.4 ലക്ഷം പേരും സ്ത്രീകൾ 5.3 ലക്ഷം പേരുമാണ്. വിദേശി ജോലിക്കാരാവട്ടെ പുരുഷന്മാർ 63.6 ലക്ഷവും സ്ത്രീകൾ 2.18 ലക്ഷവുമാണ്. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ വിജയകരമായി തുടരുന്നുവെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 12.3% കുറഞ്ഞിട്ടുണ്ട്. 2.5 വർഷത്തിനിടയ്ക്ക് 19 ലക്ഷം വിദേശികൾക്കാണ് തൊഴിൽ നഷ്ടമായത്. പുതുതായി ടെലികോം, IT മേഖലയിലും ഹോട്ടലുകൾ, റിസോർട്ടുകൾ തുടങ്ങിയ ആതിഥേയ മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും ഈ പദ്ധതി കാരണമാകും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.